അല്ലെങ്കിൽ എന്തുകൊണ്ട് കെ എം എബ്രഹാം മാറി നിൽക്കേണ്ടതില്ല എന്ന് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം വിജിലൻസ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിനുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്കുണ്ട്. ഇ പി ജയരാജൻ മോഡലിൽ ആരോപണമാണ് എന്ന് പറഞ്ഞ് നിഷേധിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ദഹിക്കേണ്ടതല്ല. മാധു, നിങ്ങൾ വായിച്ച സാധനം തന്നെ ഞാൻ പറയട്ടെ. അതായത് ക്വിക്ക് വെരിഫിക്കേഷൻ വേണം എന്നുള്ളത് നിർബന്ധമാണ് പബ്ലിക് ഓഫീസ് എന്നുള്ളത് ഈ ഹൈക്കോടതി വിധി തന്നെ പല സുപ്രീം കോടതി വിധികൾ എടുത്ത് പറയുന്നതാണ്. എന്റെ നിർബന്ധമോ എന്റെ അഭിപ്രായമല്ല. അതിനുശേഷം കോടതി പറയുന്നത് എന്താണെന്നറിയോ? വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്, എന്നിട്ട് ഇദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ക്വിക്ക് വെരിഫിക്കേഷൻ വേണ്ടെന്നാ. അതെന്ത് ലോജിക്കാണത്? വിജിലൻസ് നടത്തിയ ക്വിക്ക് വെരിഫിക്കേഷൻ ശരിയല്ല എന്നാണെങ്കിൽ CBI ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുകയല്ലേ വേണ്ടത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതില്ലാതെ FIR ഇടാനാ പറയുന്നത്. അതാണ് ഈ ജഡ്ജ്മെന്റ് അകത്തുള്ള എനിക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. അത് കോടതിയോട് ആവശ്യമുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണല്ലോ. ആ കളക്ട് ചെയ്ത മെറ്റീരിയൽ അടിസ്ഥാനപ്പെടുത്തി ക്വിക്ക് വെരിഫിക്കേഷൻ വിജിലൻസ് നടത്തിയതിന് പ്രകാരം വിധി വന്നത് ശരിയാണ്, അനുകൂലമായിട്ടാണ്. അതായത് കെ എം എബ്രഹാമിന് അനുകൂലമായിട്ടാണ്. പക്ഷേ അടുത്തൊരു ഏജൻസി ഏറ്റെടുക്കുമ്പോൾ ആവശ്യമുള്ള മെറ്റീരിയൽസ് അവർക്ക് കൈമാറപ്പെടുമല്ലോ, കൃത്യമായി സംവിധാനത്തിന്റെ ഭാഗത്തുണ്ടല്ലോ. അതെ, ക്വിക്ക് വെരിഫിക്കേഷന് വേണ്ടി കളക്ട് ചെയ്ത മെറ്റീരിയൽസ് രണ്ടാമത്തെ ഏജൻസിക്ക് CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അത് ഉപയോഗിച്ചിട്ട് ക്വിക്ക് വെരിഫിക്കേഷൻ അല്ലേ ചെയ്യേണ്ടത്? ഒന്ന് ലളിതമായിട്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്നിട്ട് അതിലെ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിലല്ലേ FIRലേക്ക് പോകേണ്ടത്. പക്ഷെ ഈ ജഡ്ജ്മെന്റ് നേരെ അങ്ങ് ജമ്പ് ചെയ്യാണ്, നേരെ FIR എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് CBI അത് ചെയ്യേണ്ടത്? അതായത് കോടതി ഡയറക്ഷൻ അനുസരിച്ചാണല്ലോ ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വിധിയെയും കോടതിയെയും കുറ്റം പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. മാധു, CBI ചെയ്തത് ശരിയല്ലെന്നല്ല ഞാൻ പറയുന്നത്. കോടതി ഒരു സ്റ്റെപ്പ് ജമ്പ് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ക്വിക്ക് വെരിഫിക്കേഷൻ എന്നുള്ളത് വളരെ നിർബന്ധമാണ്. വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷനിൽ കുറ്റക്കാരനല്ല എന്ന് കണ്ടതുകൊണ്ട് CBIക്ക് നേരെ രജിസ്റ്റർ ചെയ്യാന്നാ പറയുന്നത്. നോക്കൂ, നിങ്ങൾ ആ ഒരു ജമ്പ് നോക്കൂ. ഇനി മൊത്തത്തിൽ എല്ലാവരും പറഞ്ഞതുകൊണ്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി എനിക്ക് സമയം തരണമെന്ന് പോലുമില്ല. ഒന്ന്, ലീഗൽ പോയിന്റിൽ വിജിലൻസ് എൻക്വയറി നടത്തി കുറ്റക്കാരനല്ല എന്ന് കണ്ട ഒരാൾക്കെതിരെ CBI എൻക്വയറി നടത്തുന്നു. CBI എൻക്വയറി നടത്തിയിട്ട് കുറ്റക്കാരനാണെന്ന് കണ്ടാൽ അയാൾ ശിക്ഷ അനുഭവിക്കണം. പക്ഷെ അതും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ പേരിൽ ഇപ്പോ കിഫ്ബി തലപ്പത്ത് ഇയാൾ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. പൊളിറ്റിക്കലി സ്പീക്കിംഗ്, ഈ പറയുന്ന അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ UDF ഭരണകാലത്താണ്. ഇദ്ദേഹം പറയുന്ന, അനിൽ അക്കരെ പറയുന്ന കളങ്കിതം എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത് ആ കാലത്താണ്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയോ LDF അതിന് ഉത്തരവാദിയാവും എന്ന് പറയുന്നത് ശരിയല്ല. അതെന്തുപോലെയാണെന്നറിയോ? പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് KPCC പ്രസിഡന്റ് 2 ക്രിമിനൽ കേസിൽ പ്രതിയാവുന്നു. ഇതിനു കാരണം അല്ലെങ്കിൽ ഇത് നടക്കുന്ന കാലയളവ് CPM-ന്റെയോ LDF-ന്റെയോ ആണ് എന്നുള്ളതല്ല നമ്മുടെ കാരണം. അദ്ദേഹം CBI കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത് ഈ സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടേണ്ടതും അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതും വേണ്ടി വന്നാൽ കടക്കുപുറത്ത് എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമുള്ളതും സർക്കാരിനാണ്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഇനി നമ്മുടെ ഒരു കോമൺ സെൻസ് യുക്തി വെച്ച് ആലോചിച്ചാൽ, ഷാർജ ഷെയ്ഖിന് പിണറായി വിജയൻ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നത് പോലെയാണ് 25,000 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് കണ്ടുപിടിച്ച് സർക്കാരിലേക്ക് മുതൽക്കൂട്ടിയ ഉദ്യോഗസ്ഥൻ 2 കോടി രൂപയുടെ 5 കോടി രൂപയുടെ അഴിമതി നടത്തുമോ എന്നുള്ളത്. രണ്ടാമത്തത്, മാധു തന്നെ ചോദിക്കേണ്ടത് ഇദ്ദേഹത്തിന് എവിടുന്നാണ് ഇത്രയൊക്കെ സ്വത്ത് എന്നുള്ളത്. എടോ, അയാൾ നല്ല സ്വത്തുള്ളൊരു ഫാമിലിയിലാണ്. അദ്ദേഹത്തിന്റെ 2 ബ്രദേഴ്സും അവരുടെ ഫാമിലിയും വിദേശത്ത് ഡോക്ടേഴ്സ് ആണ്. ഇദ്ദേഹത്തിന്റെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയിലാണ് ഈ കടപ്പാക്കടയിലെ ബിൽഡിംഗ് ഒരു പരിധിയില്ലെന്ന് ചോദിച്ചു. മാധു എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. ഇതിൽ താല്പര്യമില്ല. പറയാൻ സമ്മതിക്കൂ, കാര്യങ്ങൾ പറയാൻ സമ്മതിക്കൂ. ഇനി അതിനകത്ത് ഈ ബിൽഡിങ്ങിന്റെ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണെന്നും അത് ബാങ്ക് ട്രാൻസ്ഫർ ആണെന്നും, പക്ഷേ ആ പൈസ തിരിച്ചു കിട്ടുന്നത് വരെ ഇൻകം മുഴുവൻ അവരെടുക്കുകയാണെന്നുള്ളൊരു MOU ഇവർ തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ MOU ഹൈക്കോടതി രേഖയായിട്ട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എഗെയിൻ ഒരു ലോജിക്കൽ പ്രശ്നമാണത്. പിന്നെ മുഖ്യമന്ത്രിയുമായിട്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഇടപാടുകളെ പറ്റിയും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ULCCS-നെതിരെ പണ്ട് ഭയങ്കര ബഹളം നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ഹൈവേ എക്സലൻസി അവാർഡ് ULCCS-ന് കൊടുത്തിരിക്കുന്നു. ഇനി വളരെ എത്തിക്കലായിട്ട് ചോദിച്ചാൽ,
സുപ്രീം കോടതിയുടെ സകല വിധികളും എടുത്തു വെച്ചാൽ അറിയാം, ഇത്തരം ഹൈ ഒഫീഷ്യൽസിനെതിരെ എൻക്വയറി FIR ഇടുന്നതിന് മുമ്പ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണം. അത് വേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഡൺ ബൈ ഹിസ് വൈഫ് എന്നാ പറയുന്നത്. ഏത് ട്രാൻസാക്ഷൻ എന്ന് കോടതി പറയുന്നില്ല. അതിനുശേഷമാണ് KM എബ്രഹാം അത്രയും കാലത്ത് തന്റെ ഭാര്യയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പബ്ലിക് ഡൊമൈനിലേക്ക് വെക്കുന്നത്. ഏത് ട്രാൻസാക്ഷൻ? കുറെ ഡയമണ്ട് മേടിച്ചു, കുറെ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ് നടത്തി. KM എബ്രഹാം കൃത്യമായിട്ട് പറയുന്നു, ഒരു തവണയാണ് ഡയമണ്ട് മേടിച്ചത്, ഇത്ര രൂപയുടെയാണ്. എന്റെ വൈഫിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നടത്തിയ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇത്രയുമാണ്. അദ്ദേഹം പറയുന്ന ഫാക്ച്വലായ കാര്യങ്ങൾ അവിടെ ഉണ്ടെന്നിരിക്കെ കോടതി പലയിടത്തും വല്ലാത്തൊരു തിടുക്കം, CBI FIR ഇടിക്കാനുള്ള ഒരു തിടുക്കം കാണുന്നു. ആ തിടുക്കത്തിന്റെ പിന്നിൽ KM എബ്രഹാം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് എന്നുള്ള തോന്നലാണെന്ന് സംശയിച്ചാൽ ഈ കാലത്ത് ജീവിക്കുന്ന ആളുകളെ തെറ്റു പറയാൻ പറ്റില്ല. CBI എൻക്വയറി നടത്തട്ടെ, അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ നടപടികൾ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ്. ഏറ്റവും മനോഹരമായ പദാവലി ഉപയോഗിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. കോടതി ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നു. അതോടൊപ്പം തന്നെ അത് അത്തരം താല്പര്യങ്ങൾ കൊണ്ടാണോ എന്ന് ആരെങ്കിലും വിമർശിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളതൊക്കെ അങ്ങ് പറയുകയും ചെയ്യുന്നു. അതിനിടയ്ക്ക് അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് അതിനിടയ്ക്ക് അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് വ്യക്തത വരുത്താനുള്ള ഒന്ന്, എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഇത്ര സ്വത്ത് എന്ന് ഞാൻ ചോദിച്ചില്ല. അതായത് അദ്ദേഹത്തിന്റെ EMI കൊടുക്കുന്ന സഹോദരന്മാർ, പിന്നെ അദ്ദേഹത്തിന് കടപ്പാക്കടയിൽ കോംപ്ലക്സ് കെട്ടിക്കൊടുക്കുന്ന സഹോദരന്മാർ, ഈ നിലയ്ക്ക് ഒരു നമുക്കൊരു അതിശയോക്തി ഉണ്ടാവുമല്ലോ. എല്ലാം ഇങ്ങനെ സഹോദരന്മാർ കൊടുത്തുകൊണ്ടേ. ഒരു നിമിഷം ഞാനും കൂടി കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോ അങ്ങ് എന്നെയും കൂടി പറയാൻ അനുവദിക്കൂ, ഡോക്ടർ പ്രേംകുമാർ എന്നെയും കൂടി പറയാൻ അനുവദിക്കൂ. എനിക്കും ഇതിൽ താല്പര്യമില്ല, അപ്പൊ എന്നെയും കൂടി ഒന്ന് പറയാൻ സമ്മതിക്കൂ. ശരി, അപ്പോ അങ്ങനെ സഹോദരന്മാർ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് ശരി. പക്ഷേ അങ്ങനെ കൊടുക്കട്ടെ, സ്നേഹമുള്ള സഹോദരന്മാരുണ്ടാകുന്ന ഒരു കുറ്റമൊന്നുമല്ല. കാശുള്ള കുടുംബത്തിൽ ജനിക്കുന്നത് ഒട്ടും കുറ്റമല്ല. പക്ഷേ അതിന്റെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൂടി പേരിലുള്ള ഒരു പ്രോപ്പർട്ടിയിൽ അത് പറയുന്ന MOU അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ മുഖേന ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇനി ഈ പറയുന്നത് പോലെ CBI എൻക്വയറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, അതായത് സഹോദരന്മാർ മാത്രമാണ് ഈ മുഴുവൻ പണവും ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളത് ബാങ്ക് ട്രാൻസ്ഫർ മുഖേന ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ലീഗൽ ആയിട്ടുള്ള പേപ്പേഴ്സ് ശരിയാക്കാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് കിഫ്ബി പോലൊരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് വളരെ വളരെ നമ്മൾ ഈ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നുള്ളതാണ് ചോദിച്ചത്.